600 ദിർഹംസിനാണ് ഞാൻ എൻ്റെ ബിസിനസ് ദുബായിൽ തുടങ്ങിയത്. ഇന്ന് ഞാൻ 20,000 ദിർഹംസിലധികം വരുമാനം ഉണ്ടാക്കുന്നു. എവിടെയാണ് ഞാൻ തുടങ്ങിയത്? ആമസോണിൽ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 6 മാസം എടുത്ത് എത്തിയ സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വെറും 1 മാസം കൊണ്ടെത്താം. ഞാൻ തുടങ്ങിയത് ഫോൺ കവേഴ്സ് വെച്ചിട്ടാണ്. അതായത് iPhone 15 ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ iPhone 15 ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ iPhone 15ന്റെ കവേഴ്സ് എടുത്തുമായിട്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരെയും മുന്നേ നമുക്കാവാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ iPhone കവേഴ്സ് വാങ്ങിയായിട്ട് തുടങ്ങിയത്. ആ iPhone കവേഴ്സ് ഇപ്പോഴും എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ചിന്തിക്കുന്ന പോലെയല്ല ആമസോണിൻ്റെ അകത്തെ ബിസിനസ്. നമ്മൾ വിചാരിക്കും നമ്മൾ കിഡിലൊരു ഐഡിയ ഇട്ടാണ് വന്നേക്കുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ എന്തുണ്ടായി, ഈ iPhone കവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേര മാർക്കറ്റ് വാഴണൊരു സ്ഥലമാണ്. അവിടെ നമുക്കൊരു ഗെയിമും ഇല്ല. പിന്നെ അത്രയും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പൊട്ടിപ്പോയി. അതിന് ഞാൻ എത്ര രൂപ ഇറക്കി? ഒരു 500 ദിർഹംസ് ഇറക്കിയിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അത്ര വലിയ എമൗണ്ട് ഇറക്കണ്ട, പതുക്കെ ചിന്ന ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോ പ്രോഡക്ട്സ് ഞാൻ അവിടെ എവിടെയും കാണുമ്പോൾ വാങ്ങി തുടങ്ങി. സ്റ്റേഷനറി ഐറ്റംസ്, ഓരോ ഫാൻസി ഐറ്റംസ്, ഓക്കെ, 1 പീസ് 2 പീസായിട്ട് വാങ്ങിച്ചു തുടങ്ങി. ഞാനത് ലിസ്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ചിലത് ഇങ്ങനെ എടുക്കുന്നു, ഒന്നും സെല്ലാവണില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു കളറിങ് സെറ്റ് ഉണ്ടായിരുന്നു. ഈ കളറിങ് സെറ്റ് എനിക്ക് കിട്ടിയിരുന്നത് 5 ദിർഹംസിനാണ്. ആമസോണിൽ അത് വിറ്റിരുന്നത് 38 ദിർഹംസിന്. അങ്ങനെ ഞാൻ ഈ കളറിങ് സെറ്റ് നൈറ്റ് എന്നാണ് എടുത്തത്. നൈറ്റ് ഇവിടെ നെഹ്ദയിൽ, ഷാർജയിൽ. അവിടെ നിന്ന് ഈ കളറിങ് സെറ്റ് ഞാനൊരു 10 പീസ് എടുത്തു. ആദ്യം 5 പീസ് എടുത്തു. 5 പീസ് ഷടയിൽ നിന്ന് വിറ്റുപോയി. അപ്പം ഞാൻ ഒരു 10 പീസ് എടുത്തു. പിന്നെ ഞാൻ ഈ കളറിങ് സെറ്റുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മനസ്സിലായി എങ്ങനത്തെ പ്രൊഡക്ട്സിനെ വിൽക്കണമെന്ന്. വിറ്റ് പോകുന്ന പ്രൊഡക്ട്സിനെ വിറ്റ് കഴിഞ്ഞാൽ ആമസോണിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതിലും നമ്മൾ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ എന്ത് ചെയ്തു, ടോയ്സ് മേലേക്ക് ഇറങ്ങി. വിറ്റ് പോണ പ്രൊഡക്ട്സ് നോക്കിയപ്പോൾ ഒരു ക്രാബ് ഉണ്ടായിരുന്നു, ഇങ്ങനെ സൈഡിൽ കിടക്കുന്ന സെൻസറുള്ള ഒരു ക്രാബ്. ഈ ക്രാബ് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഈ വിറ്റ് കിട്ടിയ പൈസ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഞാൻ ഈ ക്രാബ് വാങ്ങിച്ചു. ക്രാബ് 100 പീസ് വെച്ചിട്ട് പെട്ടെന്ന് വിറ്റ് പോകാൻ തുടങ്ങി. പക്ഷെ ഒരു ക്രാബ് വന്ന് നമുക്ക് ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു എത്ര പറയാ 8 ദിർഹംസോ 12 ദിർഹംസിന്റെ ഇടയിലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് കിട്ടിക്കൊണ്ട് ഞാനിവിടെ ജോബ് കളഞ്ഞായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 8 ദിർഹംസ് പെർ ക്രാബ് 100 പീസ് വിറ്റ് കഴിഞ്ഞാൽ 800 രൂപ മാസം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിലും കൂടുതൽ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കി അങ്ങനെ വന്ന ഓരോ പ്രശ്നങ്ങളെയും പരിഹരിച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ്. ഞാൻ തന്നെ കണ്ടുപിടിക്കല്ല, അതായത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ മനസ്സിലാക്കിയ മെത്തേഡ്. എൻ്റെ മെന്റർഷിപ്പ് എടുക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ തെറ്റുകൾ പറ്റി തിരുത്തി ചെയ്യണതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഹൈ പ്രോഫിറ്റിൽ എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്തു തുടങ്ങാം. അങ്ങനെ ഡയറക്റ്റ് ചെയ്തു തുടങ്ങിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അത്ര കാലം വെയിറ്റ് ചെയ്യണ്ട. ഞാൻ 6 മാസം എടുത്ത് എത്തിയ സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വെറും 1 മാസം കൊണ്ടെത്താം. ഈ 1 മാസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എക്സാക്ട് സെയിം സ്റ്റെപ്സ് ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഫിറ്റ് വീട്ടിലിരുന്നു കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. ബൈ.